ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു ഹൊറർ സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്ന 5 സുഹൃത്തുക്കള് ഒരു കാടിനുള്ളിലൂടെ ഇവരുടെ ആ ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം അവർ പോകുന്ന വഴിയെ ഒരു വലിയ മരം മുറിഞ്ഞു വീണിങ്ങനെ കിടക്കാണ്. അപ്പൊ ആ ഒരു വഴി പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നു. പക്ഷെ ആ ഒരു ഷോർട്ട് കട്ട് വഴി പോകുമ്പോഴത്തേക്കും ഇവർ നേരിടുന്ന 2 പ്രശ്നങ്ങള്. അതിലൊന്നാണ് ഏറ്റവും കൊടൂരമായിട്ടുള്ളൊരു കാര്യം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ സമയം കളയാതെ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു വലിയ കാടാണ് കാണിക്കുന്നത്. ഒരുപാട് മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശം ഉള്ളിലേക്ക് അങ്ങനെ അധികം കടന്നു വരത്തില്ല. അതുമല്ലാതെ ആ ഒരു കാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ ഒരു മരത്തിന് മുകളിലേക്ക് ഒരു കൈ വന്ന് വീഴുന്നു. കാണിക്കുമ്പോഴത്തേക്കും അത് ടീനേജർ ആയിട്ടുള്ള ഒരു പയ്യനാണ്. അവൻ എന്തോ കണ്ട് പേടിച്ചിട്ട് നല്ല രീതിയിൽ വേഗതയിൽ ഇങ്ങനെ ഓടുകയാണ്. ഓടി കുറച്ചു ദൂരം വരുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വീണ് അവൻ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ദേഷ്യം കാരണം അവിടെ ഇങ്ങനെ ബഹളം വെക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു ചുവന്ന കളർ ബസ്സാണ് ഇപ്പൊ കാണിക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബസ്സിൽ 5 കോളേജ് സ്റ്റുഡൻസ് അവരൊരു ട്രിപ്പ് പോവാണ്. അപ്പൊ ഈ ഒരു ബസ്സിൽ തലയിൽ തൊപ്പിയെല്ലാം ഇട്ടിട്ടിരിക്കുന്ന ഈ ഒരു പയ്യന്റെ പേര് നോളൻ. അതേപോലെ തന്നെ അവന്റെ ഓപ്പോസിറ്റ് സീറ്റിൽ മറ്റൊരു പെണ്ണ് ഒരു ഡ്രോയിങ് എല്ലാം വരച്ചിരിപ്പുണ്ട്. അപ്പോൾ നോളനാണെങ്കിൽ ഈ ഒരു പെണ്ണ് ചെറിയ രീതിയിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ വരയ്ക്കുന്ന ആ ഒരു കാര്യം പതിയെ എത്തി നോക്കിയിട്ട് അതേസമയം തന്നെ ബസ്സിലെ റേഡിയോയില് 20 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ചന്ദ്രഗ്രഹണത്തെ പറ്റി റേഡിയോയിലൂടെ ഇങ്ങനെ പറയണം. അപ്പൊ ആ ഒരു ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി സംഭവിക്കാൻ പോവാണ്. അപ്പോഴേക്കും ആ ഒരു ബസ്സിന്റെ ഡ്രൈവർ ആണെങ്കിലും സൗണ്ട് ചെറുതായിട്ട് കുറച്ചിട്ട് പുറകിലിരിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇതിനു മുന്നേ ചന്ദ്രഗ്രഹണം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യം ശരീരമുള്ള ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ പേര് കോൾ എന്നാണ്. അവൻ പറയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ അവന്റെ അടുത്തിരിക്കുന്ന ആ ഒരു പെണ്ണിന്റെ പേര് ക്യൂനി എന്നാണ്. അവളാണെങ്കിലും പറയുന്നുണ്ട് ഇന്റർനെറ്റിൽ ഞാനും എൻ്റെ അച്ഛനും ഒരുപാട് ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന്. അതേസമയം ഈ ഒരു ബസ്സിന്റെ അവസാനത്തെ സീറ്റിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട്. ആ ഒരു പയ്യന്റെ പേര് റെജി എന്നാണ്. ഇവനാണ് കോളേജിലെ ചെറിയൊരു റൗഡി. അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവന്റെ കയ്യിലൊരു ടിന്നുണ്ട്. അതങ്ങനെ കൈകൊണ്ട് ഞണക്കിയിട്ട് അതെടുത്ത് നോളന്റെ ദേഹത്തെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നോളനാണെങ്കിലോ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് ഹേയ് നിനക്കിപ്പോ എന്താ വേണ്ടേ, വെറുതെ ശല്യം ചെയ്തിരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ റെജി ആണെങ്കിൽ അവന്റെ നടുവിരൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നോളനാണെങ്കിലും തിരിച്ച് അതേപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് നോളനാണെങ്കിലും അവ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളെ ഇങ്ങനെ നോക്കാണ്. അവളുടെ പേര് ബസ് എന്നാണ്. അവളാണെങ്കിലും തിരിഞ്ഞു നോക്കി ഇങ്ങനെ ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ബസ്സിലുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കളിയാക്കി അവരുടെ സമയം ഇങ്ങനെ കളയാണ്. അപ്പോഴേക്കും ആ ഒരു ഡ്രൈവർ ബസ്സിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ കോളാണെങ്കിലും പെട്ടെന്ന് ക്യൂനിയോട് പറയും അവൾക്ക് എന്തായാലും ഉണ്ടാവത്തില്ല, അവൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് നോളനോടല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് നോളൻ ക്യൂനിയെ വെറുതെ ശല്യം ചെയ്യുമ്പോഴത്തേക്ക് അവൾ പറയും കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് മുന്നിലത്തെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അതേസമയം ഡ്രൈവർ ആണെങ്കിലും ആ ഒരു റേഡിയോയുടെ സൗണ്ട് കൂട്ടുമ്പോൾ ഈ ഒരു ബസ്സിൽ ഇപ്പോൾ ചന്ദ്രഗ്രഹണത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ആ റേഡിയോയോട് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ കഴിയും. അതേസമയം തന്നെ ബസ് ഇങ്ങനെ പതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന റെജി ആണെങ്കിലോ കുറെ നേരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, കുറച്ച് സ്പീഡിന് പോകാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയും പൊന്നനിയ ഒന്ന് അടങ്ങിയിരിക്കും, ഈ ഒരു വണ്ടി ഈ ഒരു സ്പീഡിലേ പോകത്തുള്ളൂ, അതുകൊണ്ടൊന്ന് അടങ്ങിയിരിക്കാൻ കഴിയുമോ എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് ഇപ്പോൾ നോർമലായിട്ടുള്ള റോഡിൽ നിന്നും പതിയെ ഒരു കാടിനുള്ളിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. അതുമല്ല ആ ഒരു കാടിനകത്താണെങ്കിൽ നിറയെ മരങ്ങളുള്ളത് കൊണ്ട് വെളിയിലുള്ള സൂര്യപ്രകാശം ഇതിനകത്തേക്ക് അധികമായിട്ട് അങ്ങനെ വരത്തില്ല. അങ്ങനെ ഒരുപാട് ദൂരം വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ സമയം പെട്ടെന്ന് ഈ ഒരു റോഡിന് നടുവിലായിട്ട് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്നു. ഇത് വീണിട്ട് തന്നെ ഒരുപാട് നാളായെന്ന് തോന്നുന്നു. അതുപോലെ അതിനുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആളുകളെയൊന്നും കാണാനില്ല. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പോഴത്തേക്കും അപ്പോഴേക്കും കോള് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് കോളേജിലേക്ക് തന്നെ തിരിച്ചു പോവേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയും ഒരിക്കലും ഇല്ല, ഞാൻ വരുന്ന വഴിക്ക് തന്നെ മറ്റൊരു വഴി കണ്ടിരുന്നു, അതൊരു ഷോർട്ട് കട്ടാണെന്നാണ് തോന്നുന്നത്, നമുക്ക് ആ ഒരു വഴിയെ പോവാന്ന് പറഞ്ഞ് വണ്ടി കുറച്ച് റിവേഴ്സ് എടുത്ത് വന്നിട്ട് മറ്റൊരു വശത്തോടെ ഒരു വഴിയുണ്ട്, അതിലിങ്ങനെ പോവാണ്. അത് മെയിൻ റോഡേ അല്ല. അങ്ങനെ ആ ഒരു വഴി ഇവർ ഒരുപാട് ദൂരം പോകുന്നതും ഇപ്പൊ ഇവർ പോകുന്ന വഴി എന്ന് പറഞ്ഞാല് ഈ ഒരു കാടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ പുൽമേട് അതേപോലെ തന്നെ ചെറിയ കുന്നുകളൊക്കെയുള്ള ഒരു ഭാഗത്തോടാണ് പോകുന്നത്. അതുമല്ല പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റിനും നല്ല രീതിയിൽ മഞ്ഞാണ് കാണാൻ കഴിയുന്നത്. മറ്റാരെയും അവിടെ എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പേടിയുണ്ട്, ഇവിടെ എന്തെങ്കിലും സംഭവിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതിനകത്തുള്ള എല്ലാവരും ആ ഒരു ജനാല വഴിയെല്ലാം ഇങ്ങനെ വെളിയിലേക്ക് നോക്കുന്നു. അങ്ങനെ കുറച്ചു ദൂരം പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് റോഡിലായിട്ട് ഒരു മാൻ ഇങ്ങനെ ചത്തു കിടക്കുന്നു. ഇതിനെ കാണുന്ന ആ ഒരു ഡ്രൈവർ അവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരോടും പറയും ശരി ആര് വെളിയിൽ ഇറങ്ങരുത്, ഞാൻ അതിനെ എടുത്ത് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു മാനിനെ വലിച്ച് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ സ്റ്റാർട്ടിങ്ങില് എല്ലാവരും വിചാരിക്കും അയാളെ ഒന്ന് സഹായിക്കാന്ന്. പക്ഷേ അത് ചത്തിട്ട് തന്നെ ഒരുപാട് നാളായതുകൊണ്ട് റെജി പറയും അതിനടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ആ റോഡിൽ നിന്നും കുറച്ചുകൂടി നല്ല രീതിയിൽ വലിച്ച് ആ ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു ഡ്രൈവർ ആണെങ്കിൽ ഈ ഒരു മാനിനെ വലിച്ചെടുത്ത് റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടിട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ
അയാളുടെ മുന്നിൽ എന്തോ നിൽക്കുന്നു. അവൻ അത് കണ്ട് പെട്ടെന്ന് പേടിച്ച് അലറി വിളിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡ്രൈവർ ബസ്സിലേക്ക് കയറുന്ന കൂടെ മറ്റൊരു മുടി വളർത്തി ഒരുത്തനുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ തോക്കിരിപ്പുണ്ട്. അതുപോലെ അകത്തേക്ക് വന്നവനാണെങ്കിൽ തോക്ക് കാണിച്ചിട്ട് ശരി ഇനിയിപ്പോ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്ക്, എല്ലാവരും സീറ്റിലേക്ക് പോയി ഇരിക്കാൻ പറയുമ്പോൾ ആ ഡ്രൈവർ പറയും ശരിയാണ് ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു പറയുമ്പോൾ അവരെല്ലാവരും സീറ്റിലേക്ക് പോയിരിക്കുന്ന സമയത്ത് അതില് റെജി മാത്രം ദേഷിച്ചങ്ങനെ നിൽക്കാണ്. എന്നിട്ട് കുറെ നേരം നോക്കി നിന്നിട്ടാണ് പതിയെ അവനെ പുറകിലേക്ക് പോയി ഇരിക്കുന്നത്. അപ്പോഴേക്കും ഒരുത്തൻ ഡ്രൈവറിനോട് പറയും ശരി നീ പോയി നിന്റെ സീറ്റിലേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്കാണ് കോൾ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ഈ ഒരു സൈക്കോയുടെ മുഖം കണ്ടിട്ടാണ് അവൻ പറയുന്നത് ഇതവൻ തന്നെയാണ് എന്നിങ്ങനെ പതിയെ പറയുന്നതും ഇവിടെ കട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. വേറെ ഒന്നുമല്ല, കോളും കോളിന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് അവരുടെ വീട്ടിൽ സംസാരിച്ചിട്ടിരിക്കുകയാണ്. കോളിന്റെ അച്ഛനാണെങ്കിൽ ഒരു പോലീസുകാരനാണ്. അപ്പോൾ കോളാണെങ്കിലും അവന്റെ കോളേജിൽ നടന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇവൻ 5 പിള്ളേരെ ഇടിച്ചിട്ടെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളി മറിക്കാണ്. അവന്റെ അച്ഛൻ അറിയാൻ അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലാന്ന്. എന്നിരുന്നാലും അതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് കോള് അതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള കെച്ചപ്പ് അവന്റെ അച്ഛൻ്റെ ടാബിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ അത് പെട്ടെന്ന് തുടച്ചു കളയുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഈ ബസ്സിലേക്ക് കയറിയല്ലോ അവന്റെ ഫോട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവന്റെ അച്ഛൻ പറയുന്നത് ഇതൊരു സൈക്കോ ആണ്, ടീനേജർ കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്ന ഒരു സൈക്കോ. അവരുടെ നാക്ക് കണ്ടിച്ച് അത് തിന്നുന്നതാണ് ഇവന്റെ ഒരു ഹോബി. ഇപ്പോഴാണെങ്കിൽ ഇവൻ ഇതുപോലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യം കോളിനോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോളിനെ ഇവനെ അറിയാവുന്നത്. അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറി ഇവൻ ഒരു പക്ക സൈക്കോ ആണ്. അതേസമയം ഇവിടെ ഈ ഒരു ബസ് കാണിക്കുമ്പോൾ ബസ് ഇപ്പോൾ കാടിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കോ എന്താ ചെയ്യുന്നത് വെച്ചാല് എല്ലാവരോടും പറയും നിങ്ങളുടെ ഫോണെല്ലാം എടുത്ത് വെളിയിലേക്ക് എറിയാൻ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് പേടിച്ചിട്ട് അവരുടെ ഫോൺ എടുത്ത് വെളിയിലേക്ക് തന്നെ എറിയാണ്. അതേസമയം അതിൽ റെജി മാത്രം ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സൈക്കോ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ നീ അത് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഞാൻ എന്റെ ഫോൺ എടുത്ത് കളയത്തില്ല എന്ന് പറയുന്നതും നമ്മുടെ ഡ്രൈവർ ആണെങ്കിലും ഫ്രണ്ടിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് അനിയ വെറുതെ തമാശ കളിക്കരുത്, അയാൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യും, അതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു സൈക്കോയുടെ പേര് പെഡ്രോ എന്നാണ്. അപ്പോൾ പെഡ്രോ പറയും ശരി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്കെടുത്ത് റെജിയുടെ കാണിച്ചിട്ടാണ് പറയുന്നത് ഈ ഒരു തോക്കുണ്ടോ ഇത് കളിത്തോക്കല്ല, ഇത് പ്രവർത്തിക്കുന്നത് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിലേക്ക് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ റെജി ആണെങ്കിൽ ഓക്കെ ശരി ശരി ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് റെജിയുടെ ഫോൺ ആണെങ്കിലും പെഡ്രോയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കാണ്. അപ്പോഴേക്കും പെഡ്രോ ആയാലും ഒരു സൈഡിലേക്ക് മാറി ഇരുന്നിട്ട് പറയുന്നുണ്ട് ഈ കാലത്തെ കുട്ടികളെല്ലാം ഇങ്ങനെയാണ്, പറഞ്ഞ പോലും കേൾക്കത്തില്ല, എന്നാ നിങ്ങളൊക്കെ മാറാൻ പോകുന്നേ എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. കാണിക്കുമ്പോഴത്തേക്കാണ് ഒരിടത്തൊരു ബോർഡ് ഉണ്ട്, ഇത് മിലിറ്ററി സെക്ഷൻ ആണ്, ഈ ഒരു ഏരിയയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു ബോർഡ് നമ്മുടെ ഡ്രൈവർ കാണാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ നല്ല വേഗതയിൽ അതിനകത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ വലിയൊരു ടണലിനകത്തേക്കാണ് ഈ ഒരു വണ്ടി പോകുന്നത്. അങ്ങനെ ആ ഒരു ടണലിനുള്ളിലൂടെ ഒരുപാട് ദൂരം പോയിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാണ്. ഡ്രൈവർ എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അവൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറയുന്നതും അവൻ പറയും ഇല്ല എനിക്ക് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാമെന്നെല്ലാം പറയുമ്പോൾ അതല്ലേ ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്, വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, വെളിയിൽ ഇറങ്ങി നോക്കിയാലേ ശരിയാവത്തുള്ളൂ, എന്തായാലും നിങ്ങൾ കുട്ടികളൊന്നും ചെയ്യരുത്, ഞാൻ എന്തായാലും വെളിയിൽ പോയി നോക്കാം. അപ്പോഴേക്കും പെഡ്രോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ക്യൂനി ഉണ്ടല്ലോ അവളെ പിടിച്ചു വെച്ചിട്ട് അവളുടെ തലയിലേക്ക് തോക്ക് വെച്ച് വെളിയിലിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവളെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരുത്തി ആ ഒരു ഡ്രൈവറിനോടൊപ്പം ക്യൂനിനെ പിടിച്ച് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോഴേക്കും റെജി നോളൻ കോൾ ഇവർ 3 പേര് വിചാരിക്കുന്നുണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഒരിക്കലും അത് ചെയ്തത് ശരിയല്ല, കാരണം ക്യൂനി അവനോടൊപ്പം ഉണ്ട്. അതേസമയം ഒരു ഡ്രൈവർ ആണെങ്കിൽ വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ബസ്സിന്റെ എഞ്ചിൻ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് മെക്കാനിക്ക് വരാതെ ഇത് ശരിയാക്കാൻ കഴിയത്തില്ല എന്നാണ് ആ ഡ്രൈവർ പറയുന്നത്. അപ്പോഴേക്കും അവർ സൈക്കോ പറയും അതൊന്നും എനിക്കറിയണ്ട, എങ്ങനെയായാലും ബസ് സ്റ്റാർട്ടായേ പറ്റൂ, അതുകൊണ്ട് ഒരു കാരണവശാലും എന്നോട് കളിക്കാൻ നിൽക്കരുത്, എന്നെപ്പറ്റി നിനക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ആ ഒരു ഡ്രൈവർ ഇപ്പോൾ കുറച്ച് ദൂരേക്ക് തന്നെ നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടണലിനുള്ളിൽ കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒരു കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും പെട്രോ പറയും ശരി ഇപ്പോ ആ ഒരു കല്ലെടുത്ത് മാറ്റി എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയൂ, പെട്ടെന്ന് ചെല്ലാൻ പറയുമ്പോൾ ആ ഒരു ഡ്രൈവർ ആണെങ്കിലും പതിയെ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് പതിയെ നടന്ന് ആ ഒരു കല്ലിനടുത്തേക്ക് എത്തുകയാണ്. അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതൊരു കല്ലല്ല എന്ന് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു കല്ല് പോലെയുള്ള സാധനം അനങ്ങുന്നുണ്ട്, അതെന്തോ ഒരു ക്രീച്ചറാണ്. ഡ്രൈവർ അടുത്തേക്ക് ചെല്ലുന്നതും അതങ്ങനെ എഴുന്നേറ്റ് അവന്റെ മുന്നിലേക്ക് നിന്നിട്ട് പെട്ടെന്ന് ആ ഡ്രൈവറിന്റെ കഴുത്തൊരൊറ്റക്കടി. അങ്ങനെ ഇത് കാണുന്നതും ഇവരും എല്ലാവരും പേടിച്ച് നേരെ ബസ്സിനകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഡ്രൈവറെ കടിച്ച് ആ ഒരു ജീവി എന്തായാലും കൊന്നിരുന്നു. എന്നിട്ട് അതിനെ ഇപ്പോൾ പെട്ടെന്ന് കാണാനുമില്ല. അപ്പോൾ പെട്രോക്ക് ആണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്റെ കയ്യിലുള്ള ഒരു തോക്ക് കളിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ അടങ്ങിയിരിക്കും, എങ്ങനെയെങ്കിലും ഈ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിനകത്തേക്ക് കീ ഇല്ല, കാരണം ആ ഒരു ഡ്രൈവറിന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ പെട്രോ പെട്ടെന്ന് നേരെ ആ ഒരു തോക്കും കൊണ്ട് കാലിനടുത്തേക്ക് വന്നിട്ട് മര്യാദയ്ക്ക് പോയിട്ട് ആ ഒരു കീ എടുത്തിട്ട് വാ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ കോൾ പറയും ഇല്ലല്ല എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ നോളം പറയും അവൻ എന്ത് ചെയ്യേണ്ട ഞാൻ പോവാന്ന് പറയുന്നതും അതിന് മുന്നേ തന്നെ ബസ് ഉണ്ടല്ലോ അവള് പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട്
ആ ഒരു ഡ്രൈവറിനടുത്ത് ഇങ്ങനെ നടന്ന് ചെല്ലാണ് ഇരുട്ടത്. അവളുടെ കയ്യിലാണെങ്കിൽ അപ്പൊ എല്ലാവരും ഇത് കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നോളന് വെളിയിലേക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ആ ഒരു സൈക്കോ വിടത്തില്ല. അങ്ങനെ ബസ്സാണെങ്കിലും പതിയെ നടന്ന് ആ ഒരു ഡ്രൈവറിനടുത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ആ ഒരു മോൺസ്റ്ററിനെ അവിടെ കാണാനില്ല. അപ്പോഴേക്കും അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പതിയെ ആ ഒരു ഡ്രൈവറിന്റെ പുകയിൽ നിന്ന് കീ എടുത്തിട്ട് അങ്ങനെ അയാളുടെ കയ്യിലുള്ള ആ ഒരു ടോർച്ച് എടുത്ത് കുറച്ച് മുന്നിലേക്ക് അടിച്ചു നോക്കുന്നതും ആ ഒരു മോൺസ്റ്റർ ഇരുട്ടത്ത് നിന്ന് അവളെ ഇങ്ങനെ നോക്കാണ്. ഇത് കാണുന്നതും അവൾ പെട്ടെന്ന് പേടിച്ച് ഓടി ബസ്സിനകത്തേക്ക് വന്നിട്ട് ആ ഒരു കീ കൊണ്ട് സൈക്കോയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സൈക്കോ പെട്ടെന്ന് റെജിയെ വിളിച്ചിട്ട് അവന്റെ കയ്യിൽ കീ കൊടുത്തിട്ടാണ് പറയുന്നത് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നതും. റെജി ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. സൈക്കോ പറയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ റെജി പറയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാ നടക്കുന്നത്, ഞാനും ഇതല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെജി എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴേക്കാണ് ബസ് ബാക്കിയുള്ളവരോട് പറയുന്നത് അവനെ എന്തോ ഒരു മൃഗം കടിച്ചതുപോലെ അവന്റെ കഴുത്തിലൊരു പാട് ഞാൻ കണ്ടു, പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് അവൾ എല്ലാവരോടും പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു സൈക്കോ ആണെങ്കിലോ റെജിയോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് നോക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നോളനാണെങ്കിലോ ഇതാണ് അവസരം എന്ന് പറഞ്ഞു ഓടി വന്നിട്ട് അവന്റെ തോക്കിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. ആ സമയം റെജിയും ആ ഒരു തോക്കിലേക്ക് പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു സൈക്കോയുടെ കയ്യിൽ നിന്ന് തോക്ക് അങ്ങ് പിടിച്ചു വാങ്ങും. അപ്പോൾ റെജി ആണെങ്കിൽ ആ ഒരു തോക്ക് എടുത്തിട്ട് ഇനി നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എന്തായാലും ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ആ ഒരു സൈക്കോ പറയും ഹേയ് നീ എന്തായാലും എന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇതിനു മുന്നേ തന്നെ ചെയ്തേനെ, അതുകൊണ്ട് അതങ്ങ് തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞിട്ട് സൈക്കോ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് ഈ ഒരു ബസ്സിന് മുകളിൽ എന്തോ ഒരു ശബ്ദം, വേറെ ഒന്നുമല്ല ആ ഒരു മോൺസ്റ്റർ ഇപ്പോ ബസ്സിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ സൈക്കോ റെജിയുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് ആ ഒരു സൈക്കോയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, എന്നിരുന്നാലും അതിനെ കൊല്ലാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ആ ഒരു തോക്ക് എടുത്ത് ആ തോക്കിരിക്കുന്ന ധൈര്യത്തിൽ തന്നെ അവൻ ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു മോൺസ്റ്ററിനെ ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് ബസ്സിന്റെ പുറകിലേക്ക് വന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മോൺസ്റ്ററിനെ അവൻ കാണുന്നുണ്ട്. എന്നിട്ട് പെട്രോ അതിനെ ഷൂട്ട് ചെയ്യാതെ അതിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവരെല്ലാവരും എന്താണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു മോൺസ്റ്റർ ആ ഒരു സൈക്കോയെ അവിടെ വെച്ച് തന്നെ കൊല്ലാണ്. ഇവരാണെങ്കിലും പേടിച്ച് നിൽക്കുമ്പോൾ അവന്റെ മുഖം പിടിച്ച് ആ ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ട് അതങ്ങനെ അവന്റെ കഴുത്തും കടിച്ച് അവനെ കൊല്ലുന്നതും ഇവർക്കെല്ലാവർക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം തോക്ക് ആ ഒരു സൈക്കോയുടെ കയ്യിലായി പോയി, വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മോൺസ്റ്റർ എന്തായാലും ഇവരെ കൊല്ലും. അങ്ങനെ എല്ലാവരും പേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ആ ഒരു ബസ്സിന്റെ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നതും അതേസമയം റെജി ആണെങ്കിൽ ബസ്സിന്റെ പുറകിൽ ഒരു എക്സിറ്റ് ഡോർ ഉണ്ട്, അത് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മോൺസ്റ്റർ ആണെങ്കിലും പതി അകത്തേക്ക് കയറി ഇങ്ങനെ വരുന്നതും ബസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ കയ്യിൽ ആ ഒരു ടോർച്ച് എടുത്തിട്ട് ആ ഒരു മോൺസ്റ്ററിന്റെ നേർക്ക് അടിക്കുമ്പോഴത്തേക്കാണ് അതിന് മുന്നിലേക്ക് വരാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ നോളൻ ആ ഒരു ടോർച്ച് അങ്ങനെ വാങ്ങിയിട്ട് അതിന് നേരെ ഇങ്ങനെ അടിച്ചു നിൽക്കുന്നതും വെളിച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തായാലും ശരിയാവത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ റെജി ആണെങ്കിലും പുറകിലെത്ത ആ ഒരു ഡോർ തുറന്ന് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി അടുത്തൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ടണലിന്റെ അടുത്തായിട്ട് ഒരു വഴിയുണ്ട്. ആ ഒരു ഡോറും തുറന്ന് അവരെല്ലാവരും അതിനുള്ളിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് അതൊരു ബങ്കറാണ്, ഈ മിലിറ്ററിക്കാരെല്ലാം യൂസ് ചെയ്യുന്ന ഒരു വലിയ ബങ്കർ. അപ്പൊ അതിനകത്തേക്ക് ഇവരെല്ലാവരും ഓടി ചെല്ലുമ്പോൾ അതിനകത്ത് നല്ല ഇരുട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നോളനാണെങ്കിലും അവിടെയുള്ള ഒരു റൂമിലേക്ക് ചെന്നിട്ട് ശരി ഈ ഒരു റൂം സേഫ് ആണെന്ന് തോന്നുന്നു, നമുക്ക് എല്ലാവർക്കും ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അവൻ പറയുന്നത് കേട്ട് എല്ലാവരും ആ ഒരു റൂമിൽ നിൽക്കാണ്. അതുപോലെ ആ ഒരു റൂമിലാണെങ്കിലും ഈ ഒരു ബങ്കറിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ട്, അതാണെങ്കിൽ ഇവർ നല്ലതുപോലെ ഇങ്ങനെ നോക്കാണ് എവിടേക്കൊക്കെ പോകണമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു റൂമിലെ മെഴുകുതിരിയും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം കത്തിക്കുമ്പോഴത്തേക്കാണ് റെജി അവന്റെ അച്ഛനെ പറ്റി പറയുന്നത് വേറെ ഒന്നുമല്ല, അവന്റെ അച്ഛൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിൽ പോയി. ഇത്രയും കാലം അവൻ ആ ഒരു കാര്യം വേറെ ആരോടും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരോടും ഷെയർ ചെയ്യാണ്. അങ്ങനെ നോളനാണെങ്കിലും അവിടെയുള്ള ആ ഒരു മാപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓൺ ചെയ്യാൻ കഴിയും, എന്നോടൊപ്പം ആര് വരുന്നത് ചോദിക്കുമ്പോൾ ബസ് പെട്ടെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞിങ്ങനെ എഴുന്നേൽക്കാണ്. അപ്പോൾ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആ ഒരു കൺട്രോൾ റൂം ഉണ്ടല്ലോ അതന്വേഷിച്ച് ഇങ്ങനെ പോകുന്നു. അതുമല്ല പോകുന്ന വഴിക്ക് തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ബസ്സാണെങ്കിൽ ആ ഒരു ഡ്രോയിങ് വരയ്ക്കുമല്ലോ ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം. അതേസമയം ഇവിടെയാണെങ്കിൽ കോള് ഒരു കമ്പ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ തട്ടിയിരിക്കുമ്പോൾ റെജി പറയും ഏയ് ഒന്ന് അടങ്ങിയിരിക്കൂ, ശബ്ദം കേട്ടിട്ട് തന്നെ വല്ലാണ്ടാവുന്നു, ഒന്ന് മിണ്ടാതിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും വഴക്കിടുമ്പോൾ ക്യൂനി എഴുന്നേറ്റിട്ടാണ് പറയുന്നത് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, ആരെങ്കിലും എന്നോടൊപ്പം വരുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്ക് റെജി ആണെങ്കിലോ ഒരു തീപ്പൊന്നോ കത്തിച്ചിട്ട് അവളെയും വിളിച്ച് അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ ബസ്സും നോളനും അവര് രണ്ടുപേരും കുറച്ച് മുന്നിലേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി ഇതിന് വെളിച്ചം എന്തായാലും ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു വെളിച്ചം വെച്ച് തന്നെ അതിനെ കൊല്ലാൻ വേണ്ടി ആരും ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള മെഷീനും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അതുമല്ലാതെ കുറച്ച് ദൂരെയായിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. അതേസമയം ഇവിടെ റെജിയെ കാണിക്കുമ്പോൾ ക്യൂനിയെ കൊണ്ട് മറ്റൊരിടത്തേക്ക് പോയിട്ടാണ് ശരി ദേ ഇവിടെ പോയിക്കോ ഞാൻ ഇവിടെ നിൽക്കാന്നും പറഞ്ഞ് അവൻ അങ്ങനെ തിരിഞ്ഞ് അവളോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ കുറെ നേരമായിട്ട് അവളൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു വശത്തേക്ക് നോക്കുന്നതും ക്യൂനിയെ അവിടെ ഇവിടെയും കാണാനില്ല. ഇവളെവിടെ പോയെന്ന് പറഞ്ഞ് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഓടി വന്ന് നമ്മുടെ കോളിനോട് ഈ ഒരു കാര്യം പറഞ്ഞ് അവനെ വിളിച്ച് രണ്ടുപേരും അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അതേസമയം ഇവിടെ നമ്മുടെ നോളിനും ബസ്സും ആ ഒരു കൺട്രോൾ റൂം എങ്ങനെയോ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ബങ്കറിനുള്ള എല്ലാ പവർ സപ്ലൈയും കൊടുത്തിരിക്കുന്നത്.
അതേസമയം ഇവിടെ നമ്മുടെ റെജിയും കാളും ഒരുപാട് ദൂരം നടന്നു ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഭാഗത്ത് ക്യൂനി കരയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു മോൺസ്റ്റർ ഇപ്പോൾ അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ റെജിക്കാണെങ്കിൽ പേടിയില്ലാത്തത് കൊണ്ട് അവൻ ആ ഒരു തീപ്പന്തം കൊണ്ട് നേരെ അതിനടുത്തേക്ക് ചെന്നിട്ട് അതിനെ ഇങ്ങനെ അടിച്ചു കളയുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കാൾ വന്നിട്ട് ക്യൂനി അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നതും ആ ഒരു മോൺസ്റ്റർ ഇപ്പോൾ റെജിയെ പിടിക്കും. അങ്ങനെ ക്യൂനിയെ കൊണ്ട് കാൾ അവിടെ നിന്ന് പോകുന്നതും റെജിയുടെ കയ്യിലുള്ള ആ ഒരു തീപ്പന്തം താഴേക്ക് വീഴുന്നതും ആ ഒരു മോൺസ്റ്റർ ഇപ്പോൾ റെജിയെ കടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബെസ്സും നോളനും ആ ഒരു പവറെല്ലാം ഓണാക്കുന്നതും മൊത്തം ലൈറ്റ് ഇങ്ങനെ കത്താണ്. ആ ഒരു സമയത്ത് ഈ ഒരു മോൺസ്റ്ററിന് റെജി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. റെജി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. അതുപോലെ ഈ ഒരു വെളിച്ചം വന്നതുകൊണ്ട് ആ ഒരു മോൺസ്റ്റർ അവന് വിട്ട് അവിടുന്ന് നോടി ഇങ്ങനെ പോവാണ്. അതേസമയം ബെസ്സും നോളനും തിരിച്ചു വരുമ്പോൾ ആ ഒരു കൺട്രോൾ റൂമിന്റെ അടുത്ത് നിന്ന് മറ്റൊരു റൂം താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു റൂമിൽ ഈ ഒരു മോൺസ്റ്ററിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ആരോ ശ്രമിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അയാൾ റിസർച്ച് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബസ് പറയും ശരി വാ നമുക്ക് തിരിച്ചു പോയിട്ട് എല്ലാവരോടും ഈ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ് ഇവര് തിരിച്ചു തന്നെ നടന്നു വരുമ്പോൾ കുറച്ച് ദൂരെ നിന്നും എന്തോ ഒരു നിഴലിങ്ങനെ വരുന്നു. അത് ആ ഒരു മോൺസ്റ്റർ ആണെന്ന് വിചാരിച്ച് രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ അത് ബാക്കി 3 പേരായിരുന്നു. അവർ ഇവരെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നു. അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടിയിട്ട് ബെസ്സും നോളനും ഇവരെ 3 പേരെയും ഇവരെ കണ്ടുപിടിച്ച ആ ഒരു റൂം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ഒരു ഡയറി ഇവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ഡയറി എടുത്തിട്ട് ഇവരിപ്പോൾ വായിക്കുമ്പോഴത്തേക്കാണ് മൂവി തുടങ്ങുമ്പോഴത്തേക്കും ഒരു സീൻ കാണിച്ചിരുന്നല്ലോ. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചെന്ന് ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിച്ചിരുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ചെറിയ പയ്യൻ നല്ലതുപോലെ പേടിച്ചിട്ട് ആ ഒരു കാടിനുള്ളിലൂടെ ഓടിപ്പോകുന്നത് കണ്ടിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു ചെറിയ പയ്യനും അവന്റെ സഹോദരിയും കൂടി ചേർന്നിട്ട് ഈ ഒരു കാട്ടിലെ ഒരു അഡ്വഞ്ചർ യാത്ര എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഈ ഒരു കാടിനകത്തേക്ക് വന്നു. അപ്പൊ ആ ഒരു പയ്യന്റെ പേര് ജാക്ക് എന്നാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഈ ഒരു കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഒരു കാട്ടിലെ ഒരു വലിയ ഗുഹ കണ്ടു. അപ്പൊ ആ ഒരു സഹോദരിയാണെങ്കിൽ ആ ഒരു ഗുഹയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പതിയെ അതിനകത്തേക്ക് കയറി നോക്കുന്നതും അതിനകത്ത് ഈ ഒരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആ ഒരു സഹോദരി അവന്റെ കൺമുന്നിൽ വെച്ച് കൊല്ലുകയും ചെയ്യാണ്. ഈ ഒരു കാര്യം കണ്ട് ജാക്ക് ആണെങ്കിലും പേടിച്ച് അവിടെ നിന്ന് ഓടി തിരിച്ചു വന്നിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കൺമുന്നിൽ വെച്ച് അവന്റെ സഹോദരി മരിച്ചതിന് ശേഷം അവൻ ആ ഒരു കാര്യം മറക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ അതിനുശേഷം വർഷങ്ങളോളം ആ ഒരു മോൺസ്റ്ററിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കാണ് അതിന് വെളിച്ചം അലർജിയാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം കഴിഞ്ഞ് അയാളുടെ 50ാമത്തെ വയസ്സെത്തുമ്പോഴും അയാൾ അതിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് ആ ഒരു മെഷീൻ വെച്ച് അതിനെ കൊല്ലാൻ വേണ്ടി ഈ ഒരു ബങ്കറിനകത്തേക്ക് വന്ന് ഇതിനകത്താണ് വർഷങ്ങളുള്ള അത് ഒളിച്ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഇതിനകത്ത് വന്ന് അവൻ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷീൻ കണ്ടുപിടിച്ചു. പക്ഷെ ആ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു മോൺസ്റ്റർ വന്ന് അയാളെ കൊല്ലുകയും ചെയ്യാണ്. അപ്പൊ അയാളുടെ ശരീരമാണ് ഈ ഒരു ഇടയ്ക്ക് ആ ഒരു മെഷീന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരാളുടെ ബോഡി അവിടെ കിടക്കുന്നത് കണ്ടിരുന്നല്ലോ. അത് ജാക്ക് എന്ന് പറഞ്ഞ അയാളുടെ ശരീരമായിരുന്നു. അങ്ങനെ ഇതെല്ലാം വായിച്ചതിന് ശേഷമാണ് ഇവർ മനസ്സിലാക്കുന്നത് ശരി അയാൾക്കും അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് എന്തായാലും അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു മോൺസ്റ്ററിനെ കൊല്ലാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ക്യൂനി ഉണ്ടല്ലോ അവളെ അത് കടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് അവളെ വിട്ട് പോകാൻ പോകുന്നില്ല. അവളെ അന്വേഷിച്ച് വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് അവളെ വെച്ച് തന്നെ നമുക്ക് അതിനെ പിടിക്കാന്ന് പറയുമ്പോൾ ക്യൂനി ആദ്യം പറയും ഇല്ലില്ല ഞാനത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒരു വിധത്തില് നിന്നെ ഞങ്ങൾ എന്തായാലും കൈവിടത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ക്യൂനി ആണെങ്കിലും ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളുടെ രക്തം പറ്റിയ ഡ്രസ്സ് ഒരിടത്തേക്ക് മാറ്റിയിട്ട് അവൾ ആ ഒരു മെഷീന്റെ മുന്നിൽ അതിന്റെ ഒരു ലിവർ ഉണ്ട് അത് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു മോൺസ്റ്റർ അവിടേക്ക് വരുന്നു. അപ്പൊ ക്യൂനി ആണെങ്കിലും പെട്ടെന്ന് അത് പിടിച്ച് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിപ്പോ അവൾക്ക് ഓൺ ആക്കാൻ കഴിയുന്നില്ല. കാരണം അത് അത്രയും ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ റെജിയുടെ കയ്യിലാണെങ്കിൽ ഒരു റിമോട്ട് ഉണ്ട്. അത് വെച്ച് ഞെക്കി നോക്കുമ്പോഴത്തേക്കും അതും പ്രവർത്തിക്കുന്നില്ല. ആകെ പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ബസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മറ്റേടത്തേക്ക് വന്ന് ഈ ഒരു മോൺസ്റ്ററിനെ നോക്കിയിട്ട് പറയും എടാ മരത്തലേ ഞാൻ ഇവിടെയാണ് എന്റെ പുറകെ വാന്ന് പറയുമ്പോൾ ആ ഒരു മോൺസ്റ്റർ ഇപ്പോ അവളുടെ പുറകെ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും പല ഇടങ്ങളിലായിട്ട് നിന്ന് ആ ഒരു മോൺസ്റ്ററിനെ പല രീതിയിൽ പറ്റിച്ച് അവസാനം ആ ഒരു ലൈറ്റ് ഇരിക്കുന്ന മെഷീന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അതിങ്ങനെ ഓണാക്കി കൊടുക്കുന്നതും ആ ഒരു മോൺസ്റ്ററിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കാൾ ഓടി വന്ന് അതിന് ഒരു ഒറ്റ ഇടി ആ ഒരു ഗ്യാപ്പില് ബസ്സും ക്യൂനിയും ഈ ഒരു വങ്കർ വഴി അതിന് വെളിയിലേക്ക് ഇങ്ങനെ ഓടാണ്. രണ്ടുപേരും ഓടി വെളിയിലേക്ക് വന്ന് നിൽക്കുന്നതും എന്തായാലും വെളിയിൽ വന്നു. ആ ഒരു മോൺസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ പുറകെ എന്തോ ഒരു ശബ്ദം നോക്കുമ്പോൾ ആ ഒരു മോൺസ്റ്റർ ഇവരെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഇതിന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഇവിടെ വെളിച്ചമുള്ളത് കൊണ്ട്. അതേസമയം കാണിക്കുമ്പോഴത്തേക്കും പുറകിലൂടെ നമ്മുടെ പയ്യന്മാര് 3 പേരും അവര് 3 പേരും ഓടി വന്നിട്ട് ആ ഒരു തീയെടുത്ത് ഈ മോൺസ്റ്ററിന്റെ മുകളിലേക്ക് ഇട്ട് വെളിയിലേക്ക് ഓടി വരുന്നതും ആ ഒരു തീ പിടിച്ച് ഈ മോൺസ്റ്റർ പൂർണ്ണമായിട്ടും അവിടെ വെച്ച് കത്തി നശിക്കുകയാണ്. അതോടെ ആ ഒരു മോൺസ്റ്റർ മരിച്ചു. അപ്പോ ഈ ഒരു ട്രിപ്പിന് വരുമ്പോഴത്തേക്കും സത്യത്തില് ഇവർ 5 പേരും പരസ്പരം മിണ്ടത്തില്ല. എന്തോ സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. പക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം 5 പേരും നല്ല രീതിയിൽ മിണ്ടാൻ തുടങ്ങി, നല്ല സുഹൃത്തുക്കളുമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാളിന്റെ അച്ഛൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് അവന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ഒരു മോൺസ്റ്ററിന്റെ ശരീരം ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അവന്റെ അച്ഛൻ ഇതിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അയാളായാലും പലയിടങ്ങളിലെ
ആ ഒരു തോക്കും വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതും അയാളുടെ പുറകെ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു മോൺസ്റ്റർ ആണ്, അത് മരിച്ചിട്ടില്ല. അങ്ങനെ കാളിന്റെ അച്ഛൻ ഇതിനെ കണ്ട് പേടിച്ചിട്ട് അലറി വിളിക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.